നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 69ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഏതാനും സ്വിംഗ് പിക്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായ അനാലിസിസും കൂടെ നടത്തിയതിന് ശേഷം മാത്രം സ്റ്റോക്സിൽ എൻട്രി എടുക്കുക. അപ്പോൾ നമ്മൾ ഏത് ഒരു സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾസാണ്. കൃത്യമായ റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക, കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആകുക. നമുക്ക് വീണ്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, നമുക്ക് അടുത്ത സ്റ്റോക്സിൽ എൻട്രി എടുക്കാൻ. അപ്പം നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് കോയിൽ ഇന്ത്യ. അപ്പോൾ കോയിൽ ഇന്ത്യയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 1 ഡേ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇത് സ്റ്റോക്ക് അപ് ട്രെൻഡിൽ ഈ ഒരു അപ് ട്രെൻഡ് സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് ദിവസത്തെ ഒരു ക്യാൻഡിൽ അതിമനോഹരമായ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു റീജിയനിൽ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു, അതും കൂടെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്ലോസിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു ചെറിയൊരു ഈ ഒരു റീജിയനിലേക്ക് ഒരു റീടെസ്റ്റിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം 165, 166 റീജിയനിൽ നമുക്ക് നല്ലൊരു എൻട്രി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പം അതിനുശേഷം നമുക്ക് കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. 155 റീജിയനിൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അപ്പം നമുക്ക് 10 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. ഏകദേശം 20 രൂപയുടെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക 185 റീജിയനിൽ. അപ്പം നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 10 രൂപ, റിവാർഡ് എന്ന് പറയുന്നത് 20 രൂപ. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. അതിമനോഹരമായ ഒരു എൻട്രി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാപിറ്റൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കണം, എങ്ങനെ ഒരു സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാമെന്നൊക്കെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 42ാമത്തെ വീഡിയോ 43ാമത്തെ വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക, അതിനുശേഷം സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് MMTC ആണ്. അപ് ട്രെൻഡ് സപ്പോർട്ടിൽ ബൗൺസ് ചെയ്ത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം 1-2 ആഴ്ച മുമ്പ് ഇത് 64 റീജിയനിൽ ടച്ച് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോൾ കറൻറ്റ്ലി 53.95 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വോളിയവും ഈ ഒരു റീജിയനിൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു സപ്പോർട്ട് റീജിയനിൽ നമുക്കൊരു സപ്പോർട്ട് എടുത്തതായിട്ട് ഈ ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 53 റീജിയനിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇതിന് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് 48 റീജിയൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അപ്പം ഒരു 5 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടാർഗറ്റ്, ഒരു 10 രൂപയുടെ ഒരു ടാർഗറ്റും കൂടെ സെറ്റ് ചെയ്യുക 63 റീജിയനിലേക്ക്. അപ്പം നമുക്ക് 5 രൂപയുടെ ഒരു റിസ്ക്, അതുപോലെ തന്നെ 10 രൂപയുടെ ഒരു റിവാർഡ്, ഇതാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ എടുക്കാൻ പോകുന്നത്. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ. അപ്പം ഇതും അതിമനോഹരമായ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല റിസ്ക് റിവാർഡ് റേഷ്യോയിൽ സ്റ്റോക്സിൽ എൻട്രി എടുക്കുക. അപ്പോൾ നമുക്ക് 1, 2, 3 സ്റ്റോക്സിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 1, 2 സ്റ്റോക്കിൽ ടാർഗറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാലും ടോട്ടൽ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് എപ്പോഴും ലാസ്റ്റ് നല്ലൊരു പ്രോഫിറ്റിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നതാണ്. അപ്പം ക്വാണ്ടിറ്റി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം റിസ്ക് കൃത്യമായിട്ട് എല്ലാ എൻട്രീസിലും ഏകദേശം ഈക്വൽ റിസ്ക് എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് കൊണ്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോക്സിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ.